ഹായ്, ഇത് രാവിലെ വൈകുന്നേരമൊക്കെ ചെയ്തെടുക്കാൻ പെട്ടെന്നൊക്കെ ചെയ്തേക്കാൻ പറ്റുന്ന ഒരു മണിപ്പൂട്ടിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ റൈസ് പൊടി നന്നായിട്ട് വാട്ടി എടുത്തത് കുഞ്ഞു കുഞ്ഞു ബോളായിട്ട് നമ്മളിതൊന്ന് ആവി കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര എടുത്തിട്ട് ആദ്യം തന്നെ ശർക്കര ആയ കാരണം നമുക്കൊന്ന് നന്നായി ഉരുക്കി കഴിയുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ മണ്ണൊക്കെ ഉണ്ടാവും. പഞ്ചസാര ചേർക്കുമ്പോൾ അത് നമുക്ക് അരിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ, ആവശ്യം ഇല്ല. അതുപോലെ ഇത് ശർക്കര ആയ കാരണം നമ്മളിന്ന് ആദ്യം അത് നന്നായിട്ട് അരിച്ച് എടുത്തിട്ടുള്ളത് അതൊന്നും നമ്മളിവിടെ അരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് അരിച്ച് വെച്ച ഈ ശർക്കര വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ട് ഈ മണിക്കൂട്ട് എടുക്കുക. കുറച്ച് ഉപ്പിട്ടിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മൾക്കിവിടെ കോൺഫ്ലവർ ആണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളിവിടെ അരച്ചെടുത്ത തേങ്ങാപ്പാലിൽ കുറച്ച് തേങ്ങ അരച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ പിരിഞ്ഞ് വന്നത് അല്ല കേട്ടോ, ഈ ഒരു ആ തേങ്ങയുടെ ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മുടെ പശുമ്പാലൊക്കെ ചേർക്കുമ്പോൾ പിന്നെ ഈ ഒരു നമ്മൾ ഇതുപോലെ പൊന്തി കളിക്കുന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതൊന്ന് വറ്റി വന്നപ്പോൾ നമ്മൾ കോൺഫ്ലവറും ഒഴിച്ചു കൊടുത്തല്ലോ. അപ്പോൾ നന്നായി വറ്റി വന്നപ്പോൾ ഉറുകി വന്നപ്പോൾ ഇതിലേക്ക് സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ കുറുകൽ വേണ്ട ഇല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.